പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമുള്ള പ്രത്യേക തൊഴിലുകളിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ യുഎസ് കമ്പനികളെ അനുവദിക്കുന്ന ഒരു കുടിയേറ്റേതര വിസയാണ് H-1B വിസ. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഓരോ വർഷവും 10,000-കണക്കിന് ജീവനക്കാരെ നിയമിക്കാൻ കമ്പനികൾ ഈ വിസയെ ആശ്രയിക്കുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഈ വിസയിൽ യുഎസിൽ 3 വർഷം വരെ താമസിക്കാൻ സാധിക്കും. പിന്നീട് 3 വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള അവസരവുമുണ്ട്. ശേഷം വിസ ഉടമ യുഎസിൽ നിന്ന് പുറത്തു പോവുകയോ വീണ്ടും അപേക്ഷിക്കുകയോ ചെയ്യണം. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം സംഘർഷഭരിതമായി തുടരുന്നതിനിടെ 2026 സാമ്പത്തിക വർഷത്തിലേക്കുള്ള H-1B വിസകൾക്കുള്ള പ്രാരംഭ രജിസ്ട്രേഷൻ മാർച്ച് 7-ന് ആരംഭിക്കുമെന്ന് ഫെഡറൽ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. H-1B വിസയ്ക്കുള്ള രജിസ്ട്രേഷൻ ഫീസ് $215 ആണ്. 2026 സാമ്പത്തിക വർഷത്തിലെ H-1B വിസകൾക്കുള്ള പ്രാരംഭ രജിസ്ട്രേഷൻ മാർച്ച് 7-ന് ഇന്ത്യൻ സമയം രാത്രി 10:30 മുതൽ മാർച്ച് 24-ന് രാത്രി 10:30 വരെ നടത്താമെന്ന് US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 1-നാണ് US സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. H-1B വിസ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യയിലെ മുൻനിര IT സ്ഥാപനങ്ങൾ H-1B വിസകളെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട്. 2024 സെപ്റ്റംബർ 30-ന് അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ 9,265 വിസകളുമായി ആമസോണാണ് ഏറ്റവും കൂടുതൽ പേരെ ഇന്ത്യയിൽ നിന്ന് റിക്രൂട്ട് ചെയ്തത്. തൊട്ടുപിന്നിൽ ഇൻഫോസിസ് 8,140 വിസകൾ നൽകി. ആകെ അനുവദിച്ച 1.3 ലക്ഷം വിസകളിൽ 24,766 വിസകൾ ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കാണ് നൽകിയത്. ഏകദേശം 85,000 H-1B വിസകൾ ഓരോ വർഷവും നൽകുന്നുണ്ട്. ഒരു H-1B വിസ ഉടമയ്ക്ക് 6 വർഷം വരെ US-ൽ ജോലി ചെയ്യാൻ കഴിയും. 6 വർഷത്തിന് ശേഷം തൊഴിലുടമയ്ക്ക് ഒരാളുടെ സ്റ്റാറ്റസ് നീട്ടാൻ വീണ്ടും ഒരു അപേക്ഷ സമർപ്പിക്കാം. പുതിയ നിയമപ്രകാരം H-1B വിസകൾ പുതുക്കുന്നതിന് അപേക്ഷകൻ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ടി വരില്ല. H-1B വിസയെക്കുറിച്ചും അമേരിക്കൻ പൗരന്മാർക്ക് തൊഴിൽ വിപണിയിലെ സ്വാധീനത്തെക്കുറിച്ചും തീവ്രമായ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വിസ പുതുക്കൽ നടപടി എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. H-1B വിസ ഉടമകൾ അമേരിക്കക്കാരുടെ ജോലി നഷ്ടപ്പെടുത്തുന്നു എന്നതടക്കമുള്ള വിമർശനവുമായി പലരും രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയ്ക്ക് കഴിവുള്ളവരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് H-1B വിസ പ്രോഗ്രാമിനെ പിന്തുണയ്ക്കുകയായിരുന്നു. ലോകത്തിലെ മികച്ച പ്രതിഭകൾക്ക് US-ൽ ജീവിക്കാനും ജോലി ചെയ്യാനും H-1B വിസ അനുവദിക്കുന്നുവെന്നും സാങ്കേതികവിദ്യ, ഗവേഷണം, ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ ആഗോളതലത്തിൽ മുന്നിൽ നിൽക്കാൻ അമേരിക്കയെ സഹായിക്കുന്നുവെന്നുമാണ് ട്രംപ് പറഞ്ഞത്. അതേസമയം US ഇമിഗ്രേഷൻ അടുത്തിടെയാണ് H-1B തൊഴിൽ വിസ അനുവദിക്കുന്നതിൽ പരിഷ്കാരങ്ങൾ വരുത്താൻ തീരുമാനിച്ചത്. ഈ നടപടിക്രമങ്ങൾ 60% ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വിസ തട്ടിപ്പ് തടയുന്നതിനോടൊപ്പം സംരംഭകത്വം, സ്റ്റാർട്ടപ്പുകൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതുക്കിയ നടപടിക്രമങ്ങൾ ഏറെ പ്രയോജനപ്പെടും. അമേരിക്കൻ തൊഴിൽ വിസയ്ക്കായി ഇനി മുതൽ ഒരാൾക്ക് ഒരേ സമയം ഒരു അപേക്ഷ മാത്രമേ നൽകാൻ സാധിക്കൂ. തൊഴിൽ വിസ അനുവദിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ തൊഴിലിണങ്ങിയ യോഗ്യത നിർബന്ധമായും പരിഗണിക്കും. ഉദാഹരണമായി ബിരുദം മാത്രമുള്ളവരെ മാനേജീരിയൽ തൊഴിലുകൾക്കോ പരിഗണിക്കാൻ സാധിക്കുകയില്ല. അവർക്ക് MBA നിർബന്ധമായും വേണ്ടിവരും.